Hello, hi. Good evening, all. Welcome to yet another exam last term preparation session from Let's Update Language Academy. So, എല്ലാവർക്കും സ്വാഗതം. Yeah, there is a confusion. So, this is Priyanka. And myself Harish. And നമ്മൾ വീണ്ടും കഴിഞ്ഞ എക്സാമിൽ ഓഗസ്റ്റ് 4 നമ്മൾ ലാസ്റ്റ് വി ടുഗെദർ ഹാസ് മെയ്ഡ് എ ലൈവ് സെഷൻ. അതുപോലെ വീണ്ടും ഒരു 1 വീക്ക് ശേഷം അല്ലെങ്കിൽ 2 വീക്സിന് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. And obviously tomorrow is yet another exam day, August 19th, a big day waiting for all the students who are writing exams tomorrow. So wishing you, first of all, wishing you all the very best. And ലാസ്റ്റ് സെഷന്റെ ഇമ്പോർട്ടൻസ് പറയുവാണെങ്കിൽ റൈറ്റിംഗിൽ കുറേ സ്റ്റുഡൻസ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഫാക്ട് ആ സ്ക്രീൻഷോട്ട് വരെ വെച്ച് എനിക്ക് സെൻഡ് ചെയ്ത് തന്നു. ഞാനത് സ്റ്റേറ്റസ് ആക്കിയിട്ടുണ്ടായിരുന്നു. ലൈക്ക് എ വെരി റെലവെന്റ് ക്വസ്റ്റ്യൻ ദറ്റ് വൺ ഓഫ് അവർ സ്റ്റുഡൻസ് ആസ്ക്ഡ് വാസ് സോ റെലവെന്റ് ഇൻ ദ എക്സാമിനേഷൻ അല്ലേ? വളരെ ഒരു റെലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരു സ്റ്റുഡന്റ് ചോദിച്ചത് എക്സാമിനേഷന് ഒത്തിരി റെലവൻസ് ഉണ്ടായിരുന്നു. അപ്പം അത് ഭയങ്കര കോയിൻസിഡൻസ് ആണ്. പക്ഷെ നിങ്ങൾ ഇങ്ങനെയുള്ള ഡൗട്ടുകൾ ചോദിക്കുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ എന്താ പറയാ, ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിലും നമ്മൾ ചോദിക്കുന്ന ഓരോ ഡൗട്ടും അത്ര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ഒന്നുകൂടെ അത് ക്ലാരിഫൈ ചെയ്യാണ്, പോളിഷ് ചെയ്യാണ്. So that was a brilliant session and we enjoyed it because the doubt was regarding family patient's family GP. അങ്ങനെ ഒരു ഡൗട്ട് ആയിരുന്നു. ഫാമിലി GP ആയിട്ട് ബന്ധപ്പെട്ട് നോൺ കേസ് അൺനോൺ കേസ് ആ ഒരു ഡൗട്ട് ആയിരുന്നു. And I think it really helped all the students who have seen the live session because August 5th ഇന്ത്യയിൽ നടന്ന എക്സാമിനേഷന് വന്ന ക്വസ്റ്റ്യനിൽ നോൺ കേസ് ലെറ്റർ ആയിരുന്നു, ഫാമിലി GPക്കുള്ള ലെറ്റർ ആയിരുന്നു. സോ ഐ തിങ്ക് ദാറ്റ് മൈറ്റ് ഹാവ് ഹെൽപ്ഡ് at least a few students. Yeah, those have watched. Okay, good evening, Liju. Hi, good evening. Nice to see you. And Chaitra, hi, good evening. Sandra, Amal, good evening. Amal Kumar, good evening. So nice to see you all. Okay, so നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് പോവാം അല്ലേ? So I would like to remind you regarding the examination. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും as he said, all the very best. So എക്സാമിന്റെ പാറ്റേൺ പുതിയതായിട്ട് എഴുതുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മേ ബി ഫസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ടൈം പോയിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു ബഞ്ച് ഓഫ് സ്റ്റുഡൻസ് എന്തായാലും ഉണ്ടാവും. അവർക്ക് അറ്റ്മോസ്ഫിയർ ആയിട്ടൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ് അല്ലേ? അപ്പൊ നിങ്ങൾ ഓർഡർ എങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം പോകുന്നത്, എന്തായിരിക്കും നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടത്, ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ ഉണ്ടായിട്ടിരിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ഇറ്റ് ഇസ് ലിസ്ണിംഗ്, ദെൻ റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. സോ ലിസ്ണിംഗ് ആൻഡ് റീഡിംഗ് സെഷൻസ് എന്ന് പറയുമ്പോൾ യു ഡു നോട്ട് ഹാവ് ടു വറി. ലിസ്ണിംഗ് സെഷൻസ് നമ്മുടെ ഫസ്റ്റ് സെഷനാണ്. നമ്മളുടെ ആദ്യമായിട്ട് നമ്മൾ എക്സാമിന് പോയിരിക്കാൻ നേരത്തെ നമ്മളുടെ ആദ്യത്തെ ഒരു സെഷനാണ്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ടെൻസ്ഡ് ഒക്കെ ആയിരിക്കും. ബട്ട് ഡോണ്ട് വറി, ദ ഹോൾ എൻവയൺമെന്റ് കോപ്പറേറ്റ്സ് വിത്ത് യു. അതായത് അവര് നിൽക്കുന്നിടത്തുനിന്ന് മൂവ് ചെയ്യത്ത് പോലുമില്ല. ബിക്കോസ് ടു അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ് ടു യു. അപ്പൊ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ദ ഹോൾ ഇൻവിജിലേറ്റേഴ്സ് ഇൻസൈഡ് ദ എക്സാമിനേഷൻ ഹാൾ will not even move from their position. So that is to make sure that you wanted to get the ultimate attention. അപ്പം നിങ്ങളും അതേ ഒരു കോൺസെൻട്രേഷനും ഫോക്കസോടും കൂടി ഇരിക്കുക. നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ടാക്ടിക്സ് ഒക്കെ നന്നായിട്ട് അറിയാം. another thing is the importance of the day അല്ലേ? അന്നത്തെ ഒരു ദിവസത്തിന്റെ തീർച്ചയായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത് എത്രത്തോളം പ്രിപ്പറേഷൻ ഈസ് ഡെഫിനറ്റ്ലി an important factor. ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ നമ്മൾ നാളെ നിങ്ങൾ കാണിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ കാണിക്കുന്ന നമ്മൾ തന്നെയുള്ള ഒരു കോൺഫിഡൻസ് അല്ലേ, വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും ഏതൊരു സിറ്റുവേഷനിലും പാനിക് ആവാതിരിക്കുക, നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കോൺഫിഡൻസ് പോവാതിരിക്കുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നാളെ നന്നായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഐ തിങ്ക് യു വിൽ ഹാവ് എ പോസിറ്റീവ് റിസൾട്ട് after 2 weeks. Okay, so we have some more messages actually. Vijay, hi, good evening. To Sir and Ma'am, and Kirtana and Anjana, good evening, and Victoria, hi, good evening. Shashi, hi, Padma, good evening, Binita, Meenu, good evening. So all those who have messaged, thank you so much for the messages. Keep texting, and we are about to start our session. So നിങ്ങൾക്ക് ആദ്യം തന്നെ റൈറ്റിംഗിന്റെ ഡൗട്ട്സ് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ്, തീർച്ചയായിട്ടും. ഓക്കെ, സോ യു കെൻ പുട്ട് ഫോർവേഡ് യുവർ ഡൗട്ട്സ്. എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ജനറൽ ആയിട്ട് വരുന്ന കൺഫ്യൂഷൻ, അല്ലെങ്കിൽ എപ്പോഴും ചിലർ രണ്ട് അഭിപ്രായങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ പറയാറുണ്ടല്ലോ എന്ന്, അതായത്
ഒരു സ്ഥലത്ത് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് പൊതുവെ കുട്ടികൾ ചോദിക്കാറുള്ളത് അല്ലെ. അപ്പം എന്തൊക്കെ പുതിയ അപ്ഡേഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്? സോ യു കെൻ ആസ്ക് എവറിഥിങ് ആൻഡ് വി ആർ ഹിയർ ടു ഹെൽപ്പ് യു ഔട്ട്. സോ ദിസ് ഇസ് നോട്ട് ആക്ച്വലി വാട്ട് ടു സേ, ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പുതുതായിട്ട് പറഞ്ഞു തരിക അല്ലെങ്കിൽ പുതുതായിട്ട് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമല്ല. മറിച്ച് നിങ്ങൾ ഇത്രയും നാളും പഠിച്ച് പ്രിപ്പയർ ആയി കോൺഫിഡന്റ് ആയിട്ടിരിക്കുന്ന സാധനം നമ്മൾ ഒന്നുകൂടെ അത് ഉറപ്പിക്കുകയാണ് അല്ലെ. ഓഗസ്റ്റ് 5-നും ഈ ഒരു ഓഗസ്റ്റ് 5 എക്സാമിനേഷന് മുമ്പും നാളെ നടക്കാൻ പോകുന്ന 19th എക്സാമിനേഷന് മുമ്പും 2 ലൈവ് സെഷൻ നമ്മൾ ലൈവായിട്ട് ഇത് പ്രസന്റ് ചെയ്തിട്ടുള്ളൂ. സോ അതുവരെ നമ്മളിത് എക്സാമിനേഷന് തലേ ദിവസം എല്ലാ സ്റ്റുഡൻസുമായിട്ട് അവരുടെ ഒരു ടൈം ഫിക്സ് ചെയ്ത് ഡിസ്കഷൻ നടത്തുന്ന ഒരു സെഷൻ ആയിരുന്നു. സോ നമ്മൾ വിചാരിച്ചപ്പോൾ വി തോട്ട് ഓഫ് ഡിസ്കസിങ് ഇറ്റ് ഇൻ വൈഡർ പ്ലാറ്റ്ഫോം, ബിക്കോസ് നമ്മുടെ സ്റ്റുഡൻസിന് മാത്രമല്ല എക്സാം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ ആ ഒരു എക്സാമിന് നമ്മുടെ ലൈവ് സെഷൻസിൽ നിന്ന് ബെനിഫിറ്റഡ് ആവുമെങ്കിൽ അത് അങ്ങനെ ആവട്ടെ. സോ ലെറ്റ് എവറി വൺ ബി ബെനിഫിറ്റഡ് ഔട്ട് ഓഫ് ഇറ്റ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ലൈവ് സെഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇത് നാളെ എസ്പെഷ്യലി നാളെ എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് എന്ന് പറയുമ്പോൾ അത് അവർക്ക് മാത്രമല്ല, ഇനി അപ്കമിങ് ഇപ്പം സെപ്റ്റംബറിലൊക്കെ നമുക്ക് 3 എക്സാമിനേഷൻസ് ഒക്കെ വരുന്നുണ്ട്. സോ അടുത്ത എക്സാമുകളിൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ഇതിലൊരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ നടത്താം. നിങ്ങൾക്ക് സോഫാർ നിങ്ങൾ എൻകൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടുന്നില്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പല പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾക്ക് അതിന് ഒരു കാര്യത്തിന് തന്നെ മാം പറഞ്ഞ പോലെ ആൻസേഴ്സ് കിട്ടുന്നു. ഒരാൾ ഇങ്ങനെ ചെയ്യാമെന്ന് പറയുന്നു, ഒരാൾ അങ്ങനെ ചെയ്യേണ്ടെന്ന് പറയുന്നു. അങ്ങനെ പല പല കൺഫ്യൂഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം. സോ എന്ത് അങ്ങനെയുള്ള ഡൗട്ട്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം. ഇഫ് വി നോ ഇറ്റ് ഡെഫിനറ്റ്ലി നമുക്കത് ക്ലിയർ ചെയ്യാം. ഓർ എൽസ് വിൽ refer and will clear all your doubts. Okay. Yes. So speaking, writing, reading, listening, എന്ത് concerns ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുക. Okay. And I was talking about the order. So listening എങ്ങനെയായിരിക്കും? The whole 40 minutes there would be pin drop silence and there wouldn't be any distractions that you're going to face. And after that, your papers will be collected and then they'll give the reading questions. അത് 15 minutes ഫസ്റ്റ് സെഷൻ ആയിരിക്കും. Again, that 15 minutes you can experience a very appropriate and a beautiful environment where only what you need to do is you have to concentrate അല്ലേ. നമ്മൾ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാന്നുള്ള ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ആ ഒരു 15 minutes നിങ്ങൾക്ക് വേറൊരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷനും ഉണ്ടാവില്ല. ഇത് ഞാൻ എടുത്തെടുത്ത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിലിരുന്ന് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആണ്. അപ്പം നിങ്ങൾ എക്സാമിനേഷനിൽ പോയാലും നിങ്ങൾക്ക് അത്തരത്തിൽ ചുറ്റും ആരും ഇല്ല, നിങ്ങൾ അവിടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്ന് ഒരു ഫീല് തോന്നിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയാ ഇത്തരത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയർ അവർ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ. സോ യു ഡു നോട്ട് ഹാവ് ടു ബോദർ എനിത്തിങ് ഔട്ട് ദെയർ. നിങ്ങൾ അന്നത്തെ ദിവസം ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കട്ടെ, മറിച്ച് നിങ്ങളുടെ ഫുൾ കോൺസെൻട്രേഷൻ ഇട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് വി എക്സ്പെക്ട് ഫ്രം യുവർ സൈഡ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു വിൽ ഗെറ്റ് ദ റീഡിങ് ബി ആൻഡ് സി പാർട്ട്. ബിയും സിയും പാർട്ട് കിട്ടും. അവിടെ തൊട്ട് നിങ്ങൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിരിക്കും, ബിക്കോസ് നൗ യു ഹവ് ഗോട്ട് യൂസ് ടു ദ സിസ്റ്റം ആൻഡ് ബി ആൻഡ് സി പാർട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തു പോകാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് ദെൻ കംസ് ദ റൈറ്റിംഗ് സെഷൻ. റൈറ്റിംഗിൻ്റെ ഓർഡറൊക്കെ നിങ്ങൾ ബൈ നൗ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നിടത്തോ അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. 5 minutes ആണ് നിങ്ങൾക്ക് അതൊന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള ടൈം. അതിനുശേഷമാണ് നമ്മൾ എഴുതി തുടങ്ങുന്നത്. സോ വൺ ക്വസ്റ്റ്യൻ ദാറ്റ് സ്റ്റുഡൻസ് ഓഫൻ ആസ്ക്ഡ് മീ, വൈ ഡു വി ഗെറ്റ് ദിസ് 5 minutes ഇൻ ദ റൈറ്റിംഗ് ടെസ്റ്റ്? എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു 5 minutes റൈറ്റിംഗ് ടെസ്റ്റിൽ കിട്ടുന്നത്? അത് പലപ്പോഴും സ്റ്റുഡൻസ് ചോദിക്കാറുള്ളതാണ്. ബിക്കോസ് യു ആർ നോട്ട് അലൗഡ് ടു ടേക്ക് ഈവൻ ദ പെൻസിൽ എടുക്കാൻ പറ്റില്ല. നമുക്കൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്തിടാൻ പോലും പറ്റില്ല. റാദർ യു ജസ്റ്റ് ഹാവ് ടു റീഡ്. അപ്പൊ ഇത് സ്റ്റുഡൻസ് പൊതുവേ നമ്മുടെ അടുത്ത് ചോദിക്കുന്ന സംശയമാണ്. അത് നമുക്കൊന്ന് പെൻസിലൊക്കെ ഇട്ടൊന്ന് അടയാളപ്പെടുത്തി വെക്കുവാണെങ്കിൽ നല്ല. ഒഇടിക്ക് പകരം ഒഇടി ഓർ IELTS അല്ലേ, IELTSലേക്ക് IELTSന്റെ റൈറ്റിംഗ് മൊഡ്യൂളിലേക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ഗിവ് യു 1 hour ഫോർ ഡൂയിങ് 2 tasks 1 and 2. അവിടെ റീഡിംഗ് ടൈം റൈറ്റിംഗ് ടൈം അങ്ങനെ സെപ്പറേറ്റ് ഒന്നുമില്ല. പക്ഷെ എന്തിനാണ് ഒഇടിയിൽ ഇങ്ങനെ ഒരു ഡിവിഷൻ? ഇനീഷ്യൽ 5 minutes ഫോർ റീഡിംഗ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ലാസ്റ്റ് 40 minutes ഫോർ ആൻസറിങ്. അങ്ങനെ എന്തിനാണ് ഒരു ഡിവിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് അവിടെ അതിൻ്റെ തന്നെ ഉത്തരവുണ്ട്. ബിക്കോസ് എന്താ പറയാ, ഓർഗനൈസേഷൻ, സെലക്ഷൻ ഓഫ് ഡേറ്റ. നമ്മളിത് എന്തെങ്കിലും എഴുതി വെച്ച് ഒരു ലെറ്റർ പ്രസന്റ് ചെയ്യാനുള്ളതല്ല. ഇറ്റ്സ് നോട്ട് റൈറ്റിംഗ് സംതിങ് in 180 to 200 words. It's about writing the apt information in the proper order, in the proper sense. It's way of communication. In fact, simple ആയിട്ട് പറയുകയാണെങ്കിൽ
ഇറ്റ്സ് സിംപ്ലി എ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമ്മളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ലോജിക്ക് ഉണ്ടാവണം. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഓർഡർ ഉണ്ടാവണം. തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങൾ റീഡറിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കണം. സോ ഇതിന് നമ്മൾ തുടക്കത്തിൽ അല്ലെങ്കിൽ പേപ്പർ കിട്ടി കഴിയുമ്പോൾ തന്നെ നമ്മൾ എഴുതി തുടങ്ങി കഴിഞ്ഞാൽ പല കാര്യങ്ങളും മിസ്സായി പോകും. ആൻഡ് നോ ഇറ്റ് നോസ് ദാറ്റ്. അതുകൊണ്ടാണ് ഒരു സ്ട്രിക്റ്റ് ഡിവിഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഇനീഷ്യൽ 5 മിനിറ്റ്സിൽ കുട്ടികൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ബിക്കോസ് ദേ ആർ നോട്ട് അലൗഡ് ടു റൈറ്റ് എനിത്തിങ്. അപ്പോൾ എന്തായിരിക്കും, ഡെഫിനറ്റ്ലി ദേ വിൽ ഫോക്കസ് ഓൺ റീഡിങ് ഓർ അനലൈസിങ് ദ ക്വസ്റ്റ്യൻ. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ ഇത് ഇപ്പം പറഞ്ഞു തന്നാൽ എന്തായാലും, ബിക്കോസ് ഒരിക്കലും നമ്മളൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു നേഴ്സിനാണ് ലെറ്റർ എഴുതുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ലെറ്റർ ആണ് എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മളൊന്നും കൺക്ലൂഡ് ചെയ്യാതിരിക്കുക. ഗോ ത്രൂ ദ കംപ്ലീറ്റ് കേസ് നോട്ട് ട്വൈസ് ഓർ ത്രൈസ് ആൻഡ് കൺഫേം. നമ്മളൊന്നും ഊഹിച്ചെഴുതാതെ എല്ലാം കൺഫേം ചെയ്യുക. കാരണം OIT ഇങ്ങനെയുള്ള ട്രാപ്സിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ആണ്. കാരണം ഇറ്റ്സ് എ വേൾഡ് വൈഡ് എക്സാമിനേഷൻ. ഈവൻ വി കനോട്ട് ഇമാജിൻ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയറിംഗ് ഫോർ ദ എക്സാമിനേഷൻ. അപ്പോൾ ഇത്രയും വൈഡ് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു എക്സാമിനേഷനിലെ വിൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടാണ്. ഇപ്പോൾ 100% വിജയം എന്നൊക്കെ പലരും പറയുമ്പോഴും OITയുടെ വിൻ പെർസെൻറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ മാർജിനൽ ആയിട്ടുള്ള ഒരു വിൻ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഇതിൽ ഒരുപാട് എളുപ്പമുള്ള രീതിയിൽ അല്ലെങ്കിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കേസ് നോട്ട്സ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ it will be a very difficult process for them to filter out this proportion of students who are qualified. അപ്പോൾ അതൊരു വെരി ഡിഫിക്കൽട്ട് പ്രോസസ്സ് ആവാതിരിക്കാൻ ഡെഫിനറ്റ്ലി അവർ പല രീതിയിലുള്ള ട്രിക്സ് ആൻഡ് ട്രിക്സ്, അത് റീഡിങ് ആയിക്കോട്ടെ, ലിസണിങ് ആയിക്കോട്ടെ, സ്പീക്കിംഗ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, കൊണ്ടുവന്നിരിക്കും. പക്ഷെ നിങ്ങളത് ഒരിക്കലും പേടിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം ഒരിക്കലും ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഒരുപാട് ചിന്തിച്ച് കൂട്ടി കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ കോമൺ സെൻസ് മാത്രം പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ പറയുന്ന കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഈ ട്രിക്സ് ആൻഡ് ട്രിക്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് ഒരു ഇന്റലക്ച്വൽ അപ്രോച്ച് ഒന്നും വേണ്ട. വളരെ ഒരു കോമൺ മാൻ, ഒരു കോമൺ സെൻസോട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മതി. അപ്പോൾ ഈ കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് കാര്യങ്ങൾ, നമുക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ കണക്ട് ചെയ്ത് ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കേണ്ട സമയമാണ് ഈ പറയുന്ന ഇനീഷ്യൽ 5 മിനിറ്റ്സ് എന്ന് പറയുന്നത്, അല്ലേ? അത് ഞാൻ കുട്ടികളോട് പറയാറ് 5 മിനിറ്റ്സ് എന്ന് മാത്രമല്ല, യു ക്യാൻ ഗോ അപ് ടു 5 to 8 മിനിറ്റ്സ്. 8 മിനിറ്റ്സ് വരെ നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഈ സമയം നമ്മൾ നന്നായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ലെറ്റർ റൈറ്റിംഗ് വളരെ സ്മൂത്ത് ആവുകയുള്ളൂ. റീഡറിന് അത് നല്ല രീതിയിൽ അത് ഇംപ്രസ്ഡ് ആവുകയുള്ളൂ. സോ definitely ഈ preparation time വളരെ important ആണ്. Yes. Another question that has been asked is like, നമുക്ക് ചില ഇതിൽ ലെറ്ററിൽ will there be questions that is not familiar for you, like some words which might be in English language, അത് നമുക്ക് ഫെമിലിയർ അല്ലാത്തതോ മനസ്സിലാകാത്തതോ ആയിട്ടുള്ള വാക്കുകൾ ഉണ്ടാവുമോ എന്നുള്ളതാണ്. ബിക്കോസ് ഐ റിമെമ്പർ വൺ ക്വസ്റ്റ്യൻ ദ റെസ്പൈറ്റ് കെയർ എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് ഒരു ലെറ്ററിൽ വന്നപ്പോൾ ദാറ്റ് മെയ്ഡ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ ഇൻ സ്റ്റുഡൻസ് ഈവൻ ദോ ദ മീനിങ് വാസ് റൈറ്റ്ലി റിട്ടൺ ഇൻ ദ ബ്രാക്കറ്റ്സ്, അല്ലേ? അപ്പൊ അങ്ങനെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ will they put forward any words in the letters? Yeah, it can happen in between. ഇപ്പോൾ പറയുന്ന പോലെ റെസ്പൈറ്റ് കെയർ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു 2022 ബിഗിനിങ്ങിലാണ് റെസ്പൈറ്റ് കെയർ ലാസ്റ്റ് എക്സാമിനേഷൻ ചോദിച്ചിരിക്കുന്നത്. സോ അത് അന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾക്ക് it was written in the brackets. അപ്പോൾ കൃത്യമായിട്ട് അവർ അത് ആക്ച്വലി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. But then when a new word comes, റെസ്പൈറ്റ് കെയർ എന്ന് പറയുമ്പോഴും അവര് എൻഡയർ കോണ്ടന്റിലൂടെ എന്താണ് ഈ റെസ്പൈറ്റ് കെയർ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും പറഞ്ഞു തരും. പക്ഷെ അത് ബ്രാക്കറ്റ്സിൽ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട്, ഷോർട്ട് ടേം കെയർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകൾ സംടൈംസ് യു ക്യാൻ എക്സ്പെക്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് തോന്നുന്നു 2022 തന്നെ ഒരു എക്സാമിനേഷൻ ആയിരുന്നു. മാർച്ച് ഓർ ഏപ്രിൽ നടന്ന ഒരു എക്സാമിനേഷനിൽ ഒരു ട്രാൻസ്ഫർ ലെറ്റർ ആയിരുന്നു. ആൻഡ് ദ പേർപ്പസ് വാസ്, ദ റീസൺ ഫോർ ട്രാൻസ്ഫർ വാസ് ഔട്ട് ഓഫ് ഫിയർ. ദ പേഷ്യൻറ്റ് വാസ് അഫ്രൈഡ് ടു ലീവ് അലോൺ ബിക്കോസ് ഓഫ് ബർഗ്ലറി അറ്റംപ്റ്റ്. അപ്പോൾ ആ ലെറ്ററിൽ കേസ് നോട്ടിൽ ഈ ഒരു വാക്കുണ്ടായിരുന്നു, ബർഗ്ലറി. അപ്പം പെട്ടെന്ന് നമ്മളിത് ഓഫൺ ഈ പറയുന്ന ഹോസ്പിറ്റൽ സെറ്റിങ്ങിൽ ഉപയോഗിക്കുന്ന യൂസ്ഡ് ആവുന്ന ഒരു വാക്കല്ല, അല്ലേ? ഇറ്റ്സ് നോട്ട് എ കോമൺ വേർഡ് ദാറ്റ് വി യൂസ് ഇൻ ഹോസ്പിറ്റൽ സെറ്റിംഗ്, ഓർ ദാറ്റ്സ് നോട്ട് എ കോമൺ വേർഡ് ദാറ്റ് വി യൂസ് ഡ്യൂറിംഗ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ പേഷ്യന്റ്. അപ്പോൾ അത് കുട്ടികൾക്ക് കുറച്ചൊരു അപ്പോൾ ഒരിക്കലും നമുക്കത് OIT അങ്ങനെ ഒരു വാക്ക് ചോദിച്ചല്ലോ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഇംഗ്ലീഷ് ടെസ്റ്റ്. യു ക്യാൻ എക്സ്പെക്ട് ദീസ് കൈൻഡ്സ് ഓഫ് വേർഡ്സ് ഇൻ ബിറ്റ്വീൻ. പക്ഷെ നിങ്ങൾ അതുകൊണ്ട് പാനിക് ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് അവരതിന്റെ ഏതെങ്കിലും രീതിയിൽ അതിന്റെ അർത്ഥവും അല്ലെങ്കിൽ എൻ്റെയർ കോണ്ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു
മീനിങ് നമുക്ക് അറ്റ്ലീസ്റ്റ് ഗസ് ചെയ്യാനെങ്കിലും പറ്റേണ്ടതാണ് അല്ലേ? സോ ഡെഫിനറ്റ്ലി അവിടെ ഇതൊക്കെ നമുക്ക് കോമൺ സെൻസിലൂടെ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. Yes, yes. So, is warm-up question is important? That's another question that we've got. Warm-up question. So, I think it's about speaking. Speaking, warm-up question important ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Definitely, yes. Warm-up questions important ആണ്. So, those who are watching this live session, I'll make it a bit elaborative. കുറച്ചും കൂടി elaborative ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. Speakingൽ usually 20 minutes ആണ് നമുക്ക് speaking ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഐ മീൻ സ്പീക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാൻഡിഡേറ്റിന് 20 മിനിറ്റ്സ് ആയിരിക്കും ഇന്റർലോക്യൂട്ടർ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് 20 മിനിറ്റ്സ്, ദ ഹോൾ 20 മിനിറ്റ്സ് റെക്കോർഡ്, ഹോൾ 20 മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം യുവർ ഇൻട്രൊഡക്ഷൻ, സ്റ്റാർട്ടിങ് ഫ്രം ആസ്കിങ് യുവർ നെയിം ടിൽ ദിസ് ഇസ് ദ എൻഡ് ഓഫ് ദ കോൺവെർസേഷൻ വരെ അവർ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് വാം-അപ്പ് ക്വസ്റ്റൻ ഇസ് ആക്ച്വലി അതിന്റെ വാം-അപ്പ് ക്വസ്റ്റന് മുന്നേ തന്നെ they are introducing this warm-up questions are not analyzed for the examination. Rather, this is to just make sure that we are heard each other. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ക്ലിയർ ആണ്, മനസ്സിലാവുന്നുണ്ട്. ബിക്കോസ് ഡയറക്ട്ലി ബിഫോർ വി മൂവ് ഇൻ ടു ദ എക്സാമിനേഷൻ വി വോണ്ടഡ് ടു മേക്ക് ഷുവർ ദാറ്റ് ലൈക്ക് വി ആർ വാട്ട് ടു സേ വി ആർ ഓഡബിൾ ടു ഈച്ച് അതർ ആൻഡ് വി ആർ ക്ലിയർ ടു ഈച്ച് അതർ. ഒരു പുതിയ ഇന്റലക്യൂട്ടറിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു ടെസ്റ്റ് എന്നുള്ള രീതിയിൽ, ഒരു ചെക്ക് എന്നുള്ള രീതിയിലാണ് ഈ വാം-അപ്പ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഓക്കെ, ആൻഡ് ഈ വാം-അപ്പ് ക്വസ്റ്റ്യൻസിന് ശേഷമാണ് നമുക്ക് ആക്ച്വലി after warm-up questions that we'll get the card. So this is actually just a test. It is not marked or reviewed for your examination. Examination ഒരിക്കലും ഈ warm-up questions മാർക്ക് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ റിവ്യൂ ചെയ്യപ്പെടുന്നില്ല. എന്നാൽ കൂടിയും ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ഫസ്റ്റ് ഇംപ്രഷൻ അല്ലേ? നമ്മൾ അതിനകത്ത് കുറെ പാനിക് ആവുകയും മിസ്റ്റേക്സ് ഉണ്ടാക്കുകയും ചെയ്താൽ there is a chance that this impression will be carried out to your card. പക്ഷെ കാർഡ് ഇതിൽ ഇച്ചിരി മിസ്റ്റേക്ക് വന്നു പോയി, എന്നാലും കാർഡ് നന്നാക്കുവാണെങ്കിൽ wouldn't be a problem. But we always want our speaking session to be so perfect, right? അപ്പോൾ നമുക്ക് എല്ലാം നന്നായിട്ട് തന്നെ പോകാനാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ വാം-അപ്പ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുക. ആൻഡ് വാം-അപ്പ് ക്വസ്റ്റ്യൻസിനെ പറ്റി ചോദിച്ചപ്പോഴാണ് I was about to what to say. Yeah, I was about to say something like ഈ warm-up questions what you need to be very careful is there is no much warm-up questions. നമുക്ക് കുറേ 10-20 warm-up questions നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കളക്ട് ചെയ്ത് പഠിക്കണമെന്നില്ല. പൊതുവായിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതൊരു 7 എണ്ണേ ഉള്ളൂ. യു ക്യാൻ ചെക്ക് ദ ലെറ്റ്സ് സബ്ജക്ട് ലാംഗ്വേജ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ where you can type the warm-up questions and you will get the important warm-up questions that's been usually asked in the examination. എപ്പോഴും ചോദിക്കപ്പെടുന്ന എന്താ പറയുക ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാം-അപ്പ് ക്വസ്റ്റനിൽ കിട്ടുന്നതായിരിക്കും. ആൻഡ് ഐ അഷ്യൂർ യു പ്രിപ്പയർ ദാറ്റ് ആൻഡ് ഗോ വെൽ പ്രസന്റ് ഇറ്റ്. ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ നമ്മൾ വാം-അപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നേരത്തെ എൻ്റെ അടുത്ത് ആൻസർ പറയാൻ നേരത്തെ ഐ ഫീൽ സം ഇൻഫ്ലുവൻസ് ഓഫ് ദ യൂട്യൂബ് ചാനൽ ദറ്റ് വി ഹാവ് ലെറ്റ്സ് അപ്ഡേറ്റിൻ്റെ കുറച്ച് which gives me a lot of pleasure that they are taking that effort to go through those answers and they mix with their own answer and trying to produce it. So that's so wonderful. അപ്പോൾ നിങ്ങൾ അതിൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഇറ്റ് ഇസ് നോട്ട് മാർക്ക്ഡ് ബട്ട് സ്റ്റിൽ prepare it well. That's what I would like to say. Okay, sirന് വേറെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. Another question. Yeah, I think I've already answered. Sir, in social history, can you explain the order? Means family, habits, medical history. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. Merin, in social history, can you please explain the order? Means family, habits, medical history. Actually, I didn't get the exact idea intent of your question. So can you make it a bit clear? എന്താണ് ചോദിച്ചത്? സോഷ്യൽ ഹിസ്റ്ററിയിൽ എന്ത് ഓർഡറിനെ പറ്റിയാണ് ചോദിക്കുന്നത്? ഈ ക്വസ്റ്റൻ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാമോ? Lenny, good afternoon. So Merin Mary Kuriakos. I think it's regarding the order of the paragraph. There is no such orders. സോഷ്യൽ ഹിസ്റ്ററി നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇപ്പോൾ ഈ പറയുന്ന ഫാമിലി ഹിസ്റ്ററി ആണെങ്കിലും ഹാബിറ്റ്സ്, മെഡിക്കൽ ഹിസ്റ്ററി ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ അത് എങ്ങനെ വേണമെങ്കിലും എഴുതാം. ലൈക്ക് ഇറ്റ് ഷുഡ് ബി റിട്ടൺ, മോസ്റ്റ്ലി ഇറ്റ് ഈസ് റിട്ടൺ ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് ഓർ സെക്കൻഡറി ഇൻഫർമേഷൻ ആയിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് ജസ്റ്റ് ഹിസ്റ്ററി അല്ലേ. സോഷ്യൽ ആയിക്കോട്ടെ മെഡിക്കൽ ആയിക്കോട്ടെ ഹിസ്റ്ററീസ് ഒക്കെ നമ്മൾ പ്രസന്റിങ് അല്ലെങ്കിൽ കറണ്ട് റീസൺ അല്ലെങ്കിൽ നിലവിൽ നമ്മൾ പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുകയോ ട്രാൻസ്ഫർ ചെയ്യുകയോ എന്തും ആയിക്കോട്ടെ. അപ്പോൾ ഈ നിലവിൽ പേഷ്യൻറ്റിനെ നമ്മൾ ഈ റീഡറിൻ്റെ അടുത്തേക്ക് വിടുകയാണ് അല്ലേ. be it for a short term period or long term period or be it for home visit or be it a non case, whatever it be, അപ്പോൾ ആ റീഡറിൻ്റെ അടുത്തേക്ക് വിടുന്ന അല്ലെങ്കിൽ ലെറ്റർ എഴുതാനുള്ള കാരണം മിക്കപ്പോഴും പ്രസന്റിങ് കംപ്ലൈൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തതായിരിക്കും
അപ്പോൾ എപ്പോഴും ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് ജസ്റ്റ് വി ആഡ് ആസ് an additional information in most cases. ഒരിക്കലും ഞാനത് ഐ എം നോട്ട് ജനറലൈസിങ്. ഇൻ മോസ്റ്റ് കേസസ് Yes. ഈ പറയുന്ന ഹിസ്റ്ററി എന്ന് പറയുന്നത് സോഷ്യൽ ഹിസ്റ്ററി ആയിക്കോട്ടെ, മെഡിക്കൽ ഹിസ്റ്ററി ആയിക്കോട്ടെ, നിലവിൽ പ്രസന്റിൽ നമ്മളൊരു പേഷ്യന്റിനെ മറ്റൊരാളുടെ അടുത്തേക്ക് നമ്മളൊരു കത്തയച്ചു വിടുകയാണ് അല്ലേ. ആ നിലവിൽ ആ കത്ത് അയക്കുന്നതിന്റെ കാരണമായിട്ട് ഇതിന് ഡയറക്ട്ലി ബന്ധമൊന്നും ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് മോസ്റ്റ്ലി റിട്ടേൺ as or it is mostly included as secondary information, and therefore you can add that in the second or third, fourth paragraph. Yes, I think what she is trying to ask is if you have to write the history of the patient in a paragraph, which order we have to arrange it. We have to start from the family history, then habits, and then medical I history. think there is no such orders as such, because It is all about everything relevance. yeah, it's all about, yeah, she said it's all about relevance, and it's all about pitching it in the proper paragraph, right? നമ്മൾ So another example ആയിട്ട് കണക്ട് ചെയ്ത് പറയുമായിരുന്നുവെങ്കിൽ സ്റ്റുഡൻസിന് കുറച്ചുകൂടി ഐ തിങ്ക് ദി ക്വസ്റ്റൻ ഇസ് ഈ ഫാമിലി ഹാബിറ്റ്സ് ആൻഡ് ഹിസ്റ്ററീസ് ഓർഡർ ചെയ്യുന്നതിൽ എന്തെങ്കിലും അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്നതിൽ ഓർഡർ ഉണ്ടോ എന്നാണെങ്കിൽ ഇല്ല. ഇപ്പോൾ ഇഫ് യു വാണ്ട് ടു സ്റ്റാർട്ട് വിത്ത് ഹാബിറ്റ്സ്, then you can go with medical history, then you can go with അതല്ല. For example, if the condition is so much related with this alcoholism, then we have to include the habit. ഡെഫിനറ്റ്ലി അതാണ് ഞാൻ പറഞ്ഞത്. പ്രസന്റിങ് കംപ്ലൈന്റുമായിട്ട് സോഷ്യൽ ഹിസ്റ്ററിയോ അതല്ലെങ്കിൽ മെഡിക്കൽ ഹിസ്റ്ററിയോ റിലേറ്റഡ് അല്ല എങ്കിൽ ഇത് സെക്കൻഡറി പാരഗ്രാഫിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അത് ഏത് രീതിയിൽ എഴുതണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ബിക്കോസ് എല്ലാത്തിനും ഈക്വൽ റെലവൻസ് ആണ് സെക്കൻഡറി എല്ലാം. ഇപ്പം ഫാമിലി ഹിസ്റ്ററി ആയിക്കോട്ടെ, പേഷ്യന്റ് ഹാബിറ്റ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതിനെല്ലാം ഈക്വൽ റെലവൻസ് ആണുള്ളത്. സെക്കൻഡറി ഇമ്പോർട്ടൻസ് ഉള്ള ഇൻഫർമേഷൻ ആണ്. സോ അത് നമുക്ക് ഈ പറയുന്ന പ്രസന്റിങ് റീസണുമായിട്ട് ബന്ധമില്ലെങ്കിൽ സെക്കൻഡറി പാരഗ്രാഫിൽ എഴുതാം. ഇനി മാം പറഞ്ഞതുപോലെ ഈ എപ്പോഴാണ് ഈ സോഷ്യൽ ഹിസ്റ്ററിയും അല്ലെങ്കിൽ മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ ഇനീഷ്യലി കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ ഒരു ലെറ്റർ എഴുതി തുടങ്ങി ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് വെരി ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് എപ്പോൾ ഒരു സോഷ്യൽ ഹിസ്റ്ററി അല്ലെങ്കിൽ മെഡിക്കൽ ഹിസ്റ്ററിയുടെ കാര്യങ്ങൾ എഴുതേണ്ടി വരും? ദ ആൻസർ ഇസ് വെരി സിമ്പിൾ. അഗെയിൻ ദ പ്രസന്റിങ് the reason for writing the letter has to be somehow associated with this information. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി അവിടെ കൊടുത്തിരിക്കുകയാണ് പേഷ്യന്റ് ഹാസ് ഗോട്ട് ചൈൽഡ്ഹുഡ് ആസ്മ, ഫോർ വിച്ച് കറന്റ് മെഡിക്കേഷൻ കൊടുത്തിരിക്കുന്നു വെൻഡോറിനോൾ, സാൽബറ്റമോൾ, എന്തൊക്കെയോ മെഡിക്കേഷൻസ് പേഷ്യന്റ് എടുക്കുന്നുണ്ട്. സോ ദാറ്റ് ഇൻഫർമേഷൻ ഈസ് ആക്ച്വലി given in the history or medical history in fact. And current problem പേഷ്യന്റിലേക്ക് വരികയാണെങ്കിൽ പേഷ്യന്റ് ഹാസ് ഗോട്ട് സം പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, ഡിസിനെസ്, അങ്ങനെ ഉള്ള ഈ ഇഷ്യൂസ് ആണ് പേഷ്യന്റിന് ഉള്ളത്. ആൻഡ് നൗ നമ്മൾ പല രീതിയിലുള്ള മാനേജ്മെന്റ് ചെയ്തിട്ടും ഇദ്ദേഹത്തിന്റെ കണ്ടീഷൻ സബ്സൈഡ് ആവാതെ നമ്മളിപ്പോൾ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നു, റെഫർ ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഐ ഗസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്നത് പോലെ ഈ ചൈൽഡ്ഹുഡ് ആസ്മയും അതിനുവേണ്ടി പേഷ്യന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന മെഡിക്കേഷന്റെ കാര്യവും നമ്മൾ ഒരിക്കലും സെക്കൻഡറി പാരഗ്രാഫിൽ എഴുതിയിട്ട് കാര്യമില്ല. കാരണം ഇറ്റ് ഹാസ് ഗോട്ട് എ കണക്ഷൻ വിത്ത് ദ പേഷ്യൻസ് പ്രസന്റിംഗ് കംപ്ലൈന്റ് അല്ലേ. അപ്പോൾ നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ വി ക്യാൻ ആക്ച്വലി സ്റ്റാർട്ട് മിസ്റ്റർ ഡാഷ് ഡാഷ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് ചൈൽഡ്ഹുഡ് ആസ്മ ഫോർ വിച്ച് ഓർ ഹൗവർ ഇറ്റ് ഈസ് മാനേജ്ഡ് വിത്ത് എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി, ഓർ എ ആൻഡ് ബി നോട്ട് റെസ്പെക്റ്റീവ്ലി ആവശ്യമില്ല, ഐ എം സോറി. ദെൻ however 2 weeks before he presented with shortness of breath. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ബോഡി കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നമുക്ക് ഒരിക്കലും ഈ പറയുന്ന പാസ്റ്റ് ഹിസ്റ്ററി സെക്കൻഡ് പാരഗ്രാഫിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. പാസ്റ്റ് ഹിസ്റ്ററിയിൽ ഈ ചൈൽഡ്ഹുഡ് ആസ്മ കൂടാതെ ചിലപ്പോൾ പേഷ്യന്റിന് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, ഡയബറ്റിക് ഉണ്ടാവാം, പല കാര്യങ്ങളും ഉണ്ടാവാം. പക്ഷെ അതെല്ലാം എഴുതരുത്. പ്രസന്റിംഗ് കംപ്ലൈന്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഒരിക്കലും ഹൈപ്പർ ടെൻഷനോ ഡയബറ്റീസോ ഒന്നും ഈ പറയുന്ന ഇപ്പോൾ ഈ പേഷ്യന്റിനെ നമ്മൾ ഒരു ഡോക്ടറിന്റെ അടുത്തേക്ക് റെഫർ ചെയ്യാനുള്ള കാരണമായിട്ട് ഒരു രീതിയിലും റിലേറ്റഡ് അല്ല. പക്ഷെ നമുക്കത് സെക്കൻഡറി ഇൻഫർമേഷൻ ആയിട്ട് എഴുതേണ്ടി വരും. പക്ഷെ ഈ സെയിം ഹിസ്റ്ററി കൊടുത്തിരിക്കുന്ന ചൈൽഡ്ഹുഡ് ആസ്മയുടെ കാര്യം നമുക്ക് ഫസ്റ്റ് കൂടി എഴുതേണ്ടി വരും, ബിക്കോസ് ഇറ്റ് ഈസ് സംഹൗ റിലേറ്റഡ് ടു ദ പേഷ്യന്റ്സ് പ്രസന്റിംഗ് കംപ്ലൈന്റ്. Okay. So we have another question regarding the same. Can we write social and past medical history together? Definitely. ഇപ്പോൾ എന്താ പറയാ, But we have to connect it in a well arranged manner, it seems. So that because language the thing quality. is, yeah, be it social or medical, it is history അല്ലേ. നമ്മൾ ഒരാളുടെ ഹിസ്റ്ററിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബിക്കോസ് എന്താണ് ആക്ച്വലി ഇപ്പോൾ സ്റ്റുഡൻസിന് പലപ്പോഴും ഇതിൽ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് വി ഷുഡ് ഡിസ്കസ് ദ ലോജിക് ബിഹൈൻഡ് പാരഗ്രാഫ് ഡിവിഷൻ. എന്തിനാണ് നമ്മളൊരു ഇപ്പം അത് എസ് എ ആയിക്കോട്ടെ, ലെറ്റർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, വൈ ഡു വി ഡിവൈഡ് എ കോണ്ടന്റ് ഇൻ ഡിഫറെന്റ് പാരഗ്രാഫ്സ്? അത്രയും ചിന്തിച്ചാൽ മതി അല്ലേ. ബിക്കോസ് എവറി പാരഗ്രാഫ് ഹാസ് ഗോട്ട് എ ലോജിക്. ഇപ്പോൾ IELTS വരുന്ന എപ്പോഴും ഒരു കോമൺ ക്വസ്റ്റൻ ആണ് ലിസ്റ്റ് ദ ഹെഡിങ്സ്. Yeah. IELTS റീഡിംഗ് മൊഡ്യൂൾ വരുന്ന ഒരു കോമൺ ക്വസ്റ്റൻ, ലിസ്റ്റ് ദ ഫുൾ ഹെഡിങ്സ്. ആർട്ടിക്കിൾ നമുക്ക് തന്നിട്ട് അതിനകത്ത് പാരഗ്രാഫ്
ആപ്റ്റ് ആയിട്ടുള്ള ഓരോ ഹെഡിങ് പാസേജസ്, ഓരോ പാരഗ്രാഫിനും ഓരോ ഹെഡിങ് കൊടുക്കാനായിട്ട് പറയും. ദാറ്റ് മീൻസ് എവറി പാസേജ് ഹാസ് ഗോട്ട് എ ഫോക്കസ്. അപ്പോൾ നിങ്ങൾ ഇപ്പൊ ചോദിച്ച ചോദ്യം, യെസ്, social history, past history, if you want to write that in 2 separate paragraphs, it's totally fine. But then if you think that there is only a few information that you have to add from social and medical history, for example, ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ സോഷ്യൽ ഹിസ്റ്ററിയിൽ നിന്നും മെഡിക്കൽ ഹിസ്റ്ററിയിൽ നിന്നും പറയാനുള്ളൂ, സോ 2 പാരഗ്രാഫായിട്ട് എഴുതാനുള്ള കണ്ടന്റ് ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, you can club them together into a single paragraph because it has got a logic. In this paragraph, I am actually focusing on the patient's history, be it social history or medical history, doesn't matter. നിങ്ങൾക്ക് ഒരുമിച്ചാണെങ്കിലും എഴുതാം, സെപ്പറേറ്റ് ആയിട്ടും എഴുതാം. അത് നമ്മൾ ആ ഒരു യു ഹാവ് ടു ബി ഫ്ലെക്സിബിൾ അല്ലേ. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ സോഷ്യൽ ഹിസ്റ്ററി ഒരു എൻ്റയർ പാരഗ്രാഫിൽ എഴുതാനുള്ള ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് സെപ്പറേറ്റ് എഴുതാം. മെഡിക്കൽ ഹിസ്റ്ററിയും അങ്ങനെ ഒരുപാട് കണ്ടന്റ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെപ്പറേറ്റ് ചെയ്യാം. ഇതല്ല, ഫ്യൂവർ ഇൻഫർമേഷനേ ഉള്ളൂവെങ്കിൽ യു ക്യാൻ ക്ലബ് ദം ടുഗദർ, കേട്ടോ. Yes, if his medical condition is so much related with his daily habits, then അത് നമുക്ക് ഒരുമിച്ച് അങ്ങനെ ഐ മീൻ കണക്റ്റീവ്സ് യൂസ് ചെയ്ത് എഴുതുന്നത് ബെറ്റർ ആയിരിക്കും അല്ലേ? യെസ്, സോ കണക്റ്റീവ്സ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഇപ്പം നിങ്ങളിപ്പം ഒന്നും വേണ്ട, നിങ്ങളുടെ ഒരു ലെറ്റർ എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് മലയാളത്തിൽ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചുകൊണ്ടിരിക്കുക. ദിസ് ഈസ് എ വെരി ഗുഡ് എക്സസൈസ് ദാറ്റ് ഐ ഓഫൻ ഡു വിത്ത് മൈ സ്റ്റുഡൻസ്. ഒരു ലെറ്റർ എടുക്കുക, ചുമ്മാ നമ്മളിത് മലയാളത്തിൽ ഞാൻ വായിച്ചു തരാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇൻ മോസ്റ്റ് കേസസ് അതിലൊരു ലൈഫ് ഉണ്ടാവാറില്ല. കാരണം ഐ ക്യാൻ സീ സം സെന്റൻസസ്, പക്ഷേ ഈ സെന്റൻസുകൾ തമ്മിലൊരു ബന്ധമോ അല്ലെങ്കിൽ ഒരു ഇറ്റ്സ് ലൈക്ക് ആക്ച്വലി വി ആർ നറേറ്റിംഗ് സംതിങ് അല്ലേ. ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പം ഞാനിവിടെ എന്താ ചെയ്യുന്നത്, ഇപ്പം നമ്മളിവിടെ വി ടുഗദർ ആർ പ്രസന്റിങ് സംതിങ്, സോ വി ആർ ആക്ച്വലി ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ് വിത്ത് ഓൾ ദോസ് ഹു ആർ വാച്ചിങ് ദിസ് ലൈവ് സെഷൻ അല്ലേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു കണക്ഷൻ ഉണ്ടാകണം. അല്ലാതെ ഞാനൊരു 10 സെന്റൻസ് പറഞ്ഞിട്ട് എനിക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് ലെറ്ററിലും. നമ്മളൊരു കാര്യങ്ങൾ കണക്ട് ചെയ്ത് പോകുമ്പോൾ ഡെഫിനറ്റ്ലി യു ഹാവ് ടു യൂസ് കണക്ടേഴ്സ്. യെസ്, കൂടാതെ അതിലുപരിയായിട്ട് പക്ഷേ എന്നിട്ടും ഇന്നലെ ഇന്ന് അതിന്റെ ഫലമായിട്ട് അല്ല, ഇങ്ങനെയൊക്കെയോ ട്രാൻസിഷൻ ഓഫ് എ പാരഗ്രാഫ് ഫ്രം വൺ ടു അനദർ. From during initial home visit, yesterday, subsequently, consequently, in addition, however, therefore. So there are lots of connectors that you can use in your letters. അപ്പം അതിനൊരു കൗണ്ട് ഒന്നുമില്ല. ചില കുട്ടികൾ ചോദിക്കാറുണ്ട്, സാർ ഹൗ മെനി കണക്ടേഴ്സ് യു ക്യാൻ യൂസ് ഇൻ എ ലെറ്റർ എന്ന് ചോദിക്കാറുണ്ട്. സോ ആക്ച്വലി ദർ ഇസ് no such numbers. It's not a mathematical problem you are solving out. Basically, it's communication. If the connectors are appropriate and apt to the context, definitely അങ്ങനെ ഒരു അവിടെ എനിക്ക് തോന്നുന്നു പലപ്പോഴും പറ്റുന്നത് എന്താന്ന് വെച്ചാൽ, വെൻ യു ആർ ടോക്കിംഗ് ടു ഐ മീൻ നോട്ട് ആൻ ഇംഗ്ലീഷ് പ്രൊഫഷണൽ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് തീർച്ചയായിട്ടും. സോ വെൻ ദർ ഇസ് എ പ്രോബ്ലം ഇൻ ഡീലിംഗ് വിത്ത് ലാംഗ്വേജ്, വെൻ ദേ ടീച്ച് യു വാട്ട് ഹാപ്പൻസ് ഇസ് ലൈക്ക്, സോ they know the criteria that connectives are so important. അപ്പം നമ്മൾ അൺനെസസറി ആയിട്ട് കണക്റ്റീവ്സ് ഉപയോഗിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ആ ഒരു ലാംഗ്വേജിന് അഗൈൻ വിൽ ലൂസ് എ ലൈഫ്. സോ ഒരു 3 സെന്റൻസിൽ ഒരു 4 കണക്റ്റീവ്സ് വെച്ച് നമ്മൾ അത് ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമ്മൾ ചെക്ക് ചെയ്യാതെയാണ് വരുന്നത്. സോ ദാറ്റ് എക്സസൈസ് യു ക്യാൻ ഡു ഇറ്റ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈസ് ഇറ്റ് ഹാവിങ് എ ലോജിക്കൽ ഓർഡർ ആൻഡ് എ മീനിങ്, നമുക്ക് അതിനകത്തൊരു ലോജിക്കൽ ഓർഡറും മീനിങ്ങും ഒക്കെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ. സോ ബേസിക്കലി വാട്ട് യു നീഡ് ടു നോ ഇസ് ലൈക്ക് what this connectives exactly mean. എന്താണ് അതിന്റെ മീനിങ് അല്ലെ, അതിന്റെ മീനിങ് എന്താണെന്ന് നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കുക. എല്ലാ കണക്റ്റീവ്സിന്റെയും മീനിങ് നമ്മൾ കൃത്യമായി പഠിച്ചു വെക്കുക, എന്നിട്ട് അത് അപ്രോപ്രിയേറ്റ് സ്ഥലത്ത് യൂസ് ചെയ്യാം. എസ്പെഷ്യലി ഈവൻ ഓൾഡോന്റെ ഒക്കെ യൂസേജ് ഒക്കെ പ്രോപ്പർ ആയിട്ടൊക്കെ തന്നെ നമ്മൾ അത് യൂസ് ചെയ്യണം. സോ ഫോർ ദാറ്റ് നമുക്ക് അതിന് വ്യക്തമായ ഇത് വേണം. അതെനിക്ക് തോന്നുന്നു നമ്മൾ ഗ്രാമർ സെഷനിൽ അതൊരു നല്ലൊരു എക്സസൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓൺലൈനിലാണെങ്കിലും സ്റ്റുഡൻസിന് 10 hour ഗ്രാമർ സെഷൻ ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് തിയറി മാത്രമല്ല, ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി പ്രാക്ടിക്കൽ സെഷൻസ് ഒക്കെ കൊടുത്ത് അത്രയും ഇന്റൻസീവായിട്ട് എക്സാം ഈ പറയുന്ന റൈറ്റിംഗ് മൊഡ്യൂള് ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇതിന്റെ എല്ലാം യൂസേജ് നമ്മളിവിടെ പഠിപ്പിക്കുന്നുണ്ട്. സോ അത് പ്രോപ്പർ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ ഒരു പ്രശ്നമില്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിൽ ലിമിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. So I think you have a question. Yeah, I got a question. I was about to. Danya. Yes. Yeah. How to summarize the speaking if time left? Okay, that's a very good question, Danya. Like you don't get any indication from the interlocutor side whether we have up with the time. ടൈം കഴിഞ്ഞോ ഇല്ലയോ എന്ന് ഒരു ഇൻഡിക്കേഷനും നമുക്ക് ഇന്റർലെക്യൂട്ടേഴ്സിന്റെ ഭാഗത്തു നിന്ന് കിട്ടാൻ പോകുന്നില്ല. ചിലരാണെങ്കിൽ നമ്മളോട് ഇങ്ങനെ പറഞ്ഞോളൂ സ്റ്റോപ്പ് തീരാറായി എന്നൊക്കെ പറഞ്ഞ് ദേ വിൽ ഷോ physical action, but they can verbally can't communicate with you.
ബിക്കോസ് ഇറ്റ് ഇസ് റെക്കോർഡഡ്. ഇന്റർലോക്യൂട്ടറിനും നിങ്ങളെ പോലെ തന്നെ അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണുള്ളത്. കാരണം എക്സാമിനർ ഇസ് സംബഡി എൽസ് ഹു ഇസ് ലിസ്ണിംഗ് ടു ദ റെക്കോർഡഡ്. ഇപ്പോൾ യൂഷ്വലി ഞാൻ എല്ലാ സ്റ്റുഡൻസിനോടും പറയാറുള്ളത് നിങ്ങൾ റെക്കോർഡിന് വേണ്ടി സംസാരിക്കണം എന്നാണ്. കാരണം ഇന്റർലോക്യൂട്ടർ ഇസ് നോട്ട് പുട്ടിംഗ് മാർക്സ് ഫോർ യു. ദാറ്റ്സ് വൺ ഇമ്പോർട്ടൻറ്റ് തിങ്. അതുകൊണ്ട് തന്നെ അവരുടെ സൗണ്ട് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ആ റെക്കോർഡിങ്ങിൽ വരാൻ പാടില്ല. അപ്പോൾ ദേ വോണ്ട് ഗിവ് യു എനി കൈൻഡ് ഓഫ് ഇൻഡിക്കേഷൻ വെദർ ദ ടൈം ഇസ് അപ്പ് ഓർ നോട്ട്. അത് നമുക്ക് തരത്തില്ല. മേ ബി ദേ ഷോ സം ഫിസിക്കൽ ആക്ഷൻസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ until we get the indication from their side, okay, that is the end of the first speaking part അല്ലെങ്കിൽ first speaking card എന്നവർ പറയുന്നത് വരെ you have to continue the speaking session. That would be the best speaking timing, I guess. അതായിരിക്കും ഒരു സ്പീക്കിങ്ങിന്റെ ഏറ്റവും നല്ലൊരു ടൈമിംഗ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പോയിന്റ്സും കഴിഞ്ഞു, എല്ലാ പോയിന്റ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഒത്തിരി ടൈം I'm telling like 1.5 minutes അല്ലെങ്കിൽ 2 minutes ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ that exactly makes me think, അല്ലെങ്കിൽ if I am an examiner, what I feel is like you haven't explained enough to me. എനിക്ക് നിങ്ങൾ കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല എന്നുള്ളതാണ് അത്രയും ടൈം ബാക്കി വരുന്നത്. സോ വാട്ട് യു നീഡ് ടു ഡു ഇസ് യു ഹാവ് ടു റീഎക്സ്പ്ലെയിൻ തിങ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ വിശദമായി പറയണം. ബിക്കോസ് നമ്മൾ കാർഡിനെ തന്നെ ടു മച്ച് ഡിപ്പെൻഡ് ചെയ്ത് അതിനകത്തുള്ള പോയിന്റ്സ് അതുപോലെ തന്നെ വായിച്ചു വന്നു കഴിഞ്ഞാൽ ലൈക്ക് വി ക്യാൻ നോട്ട് ഷോ ഓഫ് അവർ ക്വാളിറ്റി, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലാംഗ്വേജ് നമുക്ക് ഷോ ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. Okay, you have to paraphrase it, explain a little more and give assurance and make them comfortable by asking. I hope it is very clear to you, and if you have any doubts, do not hesitate to ask. എന്നൊക്കെ നമ്മൾ ചോദിച്ച് കൃത്യമായിട്ട് അവരെ കംഫർട്ടബിൾ ആക്കി വെക്കുന്നുണ്ടോ ഇൻ ബിറ്റ്വീൻ, ദാറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് നമുക്ക് 1.5 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ you have to re-stress certain points. So before I wind up, I wanted to make you clear that please follow these instructions for your well-being and your betterment. So please follow this diet, it is so much important. എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഏതെങ്കിലും ഒക്കെ പോയിന്റ് സ്ട്രെസ് ചെയ്ത് പറയാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ചെറിയ ടാസ്ക് ആണെന്ന് ആദ്യമേ തന്നെ തോന്നുവാണെങ്കിൽ what you can do is when you find a task and you find it's little short, then what you can do is you can mark certain points. അല്ലേ, നമുക്ക് അവിടെ ചില പോയിന്റ്സ് മാർക്ക് ചെയ്തിടാം. ബിക്കോസ് ഐ എം പ്ലാനിങ് ടു റീസ്റ്റേറ്റ് ഇറ്റ് അഗൈൻ ഇഫ് ഐ ഹാവ് മോർ ടൈം. ഓക്കെ, അതുപോലെ തന്നെയാണ് ഒത്തിരി വലിയ കാർഡാണെങ്കിൽ യു ഷുഡ് ബി അവെയർ ദാറ്റ് മൈ ടൈം വുഡ് ബി റണ്ണിങ് ഫാസ്റ്റ്. സോ ഐ ഹാവ് ടു ഫിനിഷ് എവറിത്തിങ് ഇൻ ഓൺ ടൈം. ആ സമയത്ത് തന്നെ എനിക്ക് തീർക്കണം എന്നുള്ളൊരു കോൺഷ്യസ്നെസ് നമ്മുടെ മനസ്സിലുണ്ടാകണം. സോ ടൈം ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. സോ യു ക്യാൻ റീസ്ട്രെസ് ദിസ് certain points and paraphrase certain points. So those are very, very much important. I hope I have cleared your doubt. And there is a question about maintaining eye contact. Yeah, that's what I was trying to say. I mean, അതെ, നേരത്തെ ഞാൻ പറഞ്ഞതിനകത്ത് തന്നെ അതുണ്ട്. ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് വെൻ യു കോണ്ടാക്ട് വിത്ത് ഐസ് ആൻഡ് സ്പീക്ക്, ദാറ്റ് ഇസ് സോ ലൈവ്ലി. അത് ഭയങ്കര ലൈവ് ആണ് അല്ലേ. അപ്പം ലൈക്ക് വെൻ യുവർ വോയിസ് ഓൾസോ വിൽ ഹാവ് ഓൾ ദ മോഡുലേഷൻസ്. നിങ്ങൾക്ക് ഒരു മലയാളത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് സംസാരിക്കുമ്പോൾ വരുന്ന മോഡുലേഷൻ ഒക്കെ നമ്മളൊരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു പേഷ്യൻറ്റിനോട് സംസാരിക്കുന്ന പോലെ വന്നു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. ബട്ട് ഇഫ് യു ഫൈൻഡ് ദറ്റ് യു ആർ നോട്ട് ഫൈൻഡിങ് ഇറ്റ് കംഫർട്ടബിൾ, യു വാണ്ടഡ് ഇൻഫർമേഷൻ ഇമീഡിയറ്റ്ലി ഫ്രം ദ കാർഡ്, സോ യു ഹാവ് ടു കീപ് ദ ഐ ഡൗൺ ആൻഡ് ലുക്ക് അറ്റ് ദ കാർഡ് ആൻഡ് സ്പീക്ക്. അതാണ് നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ളതെങ്കിൽ ഗോ ഫോർ ഇറ്റ്, നോ പ്രോബ്ലം. ഐ കോണ്ടാക്ട് ഇസ് നോട്ട് അറ്റ് ഓൾ നെസസറി ബിക്കോസ് യുവർ ഓഡിയോ ഇസ് ചെക്ക്ഡ്. നിങ്ങളുടെ ഓഡിയോ ബേസ് ചെയ്തിട്ടാണ് മാർക്ക് ഇടുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്മാർട്ടായിട്ട് സൗണ്ട് ചെയ്താൽ മതി. ആ സ്മാർട്ടായിട്ട് സൗണ്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഐ കോണ്ടാക്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗോ ഓൺ വിത്ത് ഐ കോണ്ടാക്ട്. ഇനി അതല്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്, കാർഡിൽ നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് സമാധാനം കിട്ടുന്നതെങ്കിൽ അത് തന്നെ ചെയ്തോളൂ. ബിക്കോസ് വാട്ട് ഇസ് സോ ഇമ്പോർട്ടൻറ്റ് ഇസ് യുവർ സൗണ്ട്, യുവർ മോഡുലേഷൻ, ഹൗ സ്മാർട്ട്ലി യു പ്രസന്റ്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് I think after explaining this, you have got another question. Yeah. So is it okay to write short forms if you don't remember the expansion? Definitely. So already we're trying to repeat one point every time when we do every live session, is that it is not a test of your medical knowledge, but of your language, English language. English language test ചെയ്യുന്നൊരു സ്പേസ് ആണ് ഇത്. ഒരിക്കലും നിങ്ങൾ ഷോർട്ട് ഫോം ഉപയോഗിച്ചു അല്ലെങ്കിൽ എക്സ്പാൻഷൻ മറന്നുപോയി, അത് ഉപയോഗിക്കാൻ മറന്നുപോയി എന്ന ഒരു രീതിയിൽ അവർക്ക് penalize ചെയ്യാൻ പറ്റില്ല. You won't lose your marks on that, but see, it's always good to use a full forms for better clarity. Yeah, for unfamiliar abbreviations, for എന്താ പറയാ, MRI,
is something that is very familiar with everyone. Right? Even a layman can understand what exactly MRI, X-ray, all this means. So definitely അവിടെ നമ്മൾ MRIയുടെ എക്സ്പാൻഷൻ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല, എക്സ്റേയുടെ എക്സ്പാൻഷൻ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇഫ് ദർ ഈസ് ഇൻ ഐ ഡോ നോ. പക്ഷേ ഒട്ടും ഫെമിലിയർ അല്ലാത്ത ഒരു അബ്രിവേഷൻ ആണ് യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്കൊരു പക്ഷെ അത് ക്വസ്റ്റനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഫ് യു റിമെമ്പർ ദാറ്റ്, ഡെഫിനറ്റ്ലി നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ ഡു വൺ തിങ്, ഇപ്പോൾ അത് എന്താ പറയുക, റീഡറിന് ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം അറിയാം, അല്ലെങ്കിൽ റീഡറിന് ഒരിക്കലും നമ്മൾ ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം വച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എസ്പെഷ്യലി ഇഫ് യു റൈറ്റിംഗ് ടു ഡോക്ടേഴ്സ് ആൻഡ് ഓൾ, നമുക്ക് മോസ്റ്റ്ലി അതിൻ്റെ ഷോർട്ട് ഫോംസ് അല്ലെങ്കിൽ അബ്രിവേറ്റഡ് ഫോംസ് ഉപയോഗിക്കാവുന്നതാണ്. കാരണം അത് ഡോക്ടേഴ്സിന് ഇറ്റ്സ് ഓൾറെഡി നോൺ ടു ദം, അല്ലേ? അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് അത്രയും സ്പേസ് കളയേണ്ട ആവശ്യമില്ല. സോ ഇൻ ബോത്ത് വേസ് നമുക്കത് അറിയാം. റീഡറിന് അത് എക്സ്പാൻഡഡ് ഫോമിലൂടെ അറിയിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുകയാണെങ്കിൽ ഇഫ് യു ക്യാൻ ഗോ വിത്ത് ദാറ്റ്. ഇനി അതല്ല, നമ്മൾ മറന്നുപോയി എന്ന്, അല്ലെങ്കിൽ നമുക്ക് അറിയില്ല അതിൻ്റെ എക്സ്പാൻഷൻ എന്താണെന്ന്, ഡെഫിനറ്റ്ലി അത് വിട്ടേക്കുക. കാരണം ഇത് ആർക്കും എഴുതാവുന്ന രീതിയിലുള്ള ഒരു ലെറ്റർ അറിയും. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ യുവർ പേപ്പർ ഈസ് നോട്ട് ഗോയിങ് ടു ബി വാല്യുവേറ്റഡ് ബൈ എനി ഡോക്ടേഴ്സ് ഓർ നഴ്സസ്, ബട്ട് ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി valuated by language professionals, so they won't be much bothered about the expanded forms and all, and it's not a matter of their concern, and you won't be penalized on that basis. Okay, don't worry about that. Okay, so I think yeah, so another question is there. Mother and baby Case not till reference വെക്കുമ്പോൾ both baby and mother വെക്കണോ in case of maternal and child care കേസിൽ? Okay, so ആക്ച്വലി എക്സാം പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ മദർ ആൻഡ് ചൈൽഡ് കേസ് നോട്ട്സ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 അല്ലെങ്കിൽ 2.5 വർഷത്തെ ലൈക്ക് ഒരു ആ ഒരു സ്പാൻ ഓഫ് ടൈം നമ്മൾ എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് 2 or 2.5 years നമ്മൾ എടുക്കുമ്പോൾ മദർ ആൻഡ് ചൈൽഡിന് 2 പേഷ്യൻസ് വരുന്ന കേസ് നോട്ട്സ് വന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് നോ, വന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ എന്നോർത്ത് നാളെ അത് വരില്ല, അല്ലെങ്കിൽ വരാൻ പാടില്ല എന്നല്ല, ഡെഫിനറ്റ്ലി. പക്ഷെ പാസ്റ്റ് ഒരു ഇത്രയും വർഷത്തെ റെക്കോർഡ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, മദർ ആൻഡ് ചൈൽഡ് കേസ് നോട്ട്സ് കണ്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇപ്പൊ ക്വസ്റ്റ്യൻ നല്ല ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം മദർ ആൻഡ് ചൈൽഡ് വരുമ്പോൾ റെഫറൻസിൽ, ലേ ഔട്ടിൽ റെഫറൻസിൽ അമ്മയുടെയും ചൈൽഡിന്റെയും പേരും DOBയും വയ്ക്കണോ എന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി യു ഷുഡ് മെൻഷൻ ബോത്ത് മദർ ആൻഡ് ചൈൽഡ്സ് name and their date of birth in the reference line, because if mother and child needs care. ഇപ്പൊ ഇനീഷ്യലി ചിലപ്പം അമ്മ പ്രഗ്നന്റ് ആയിട്ട് വരുന്ന ഒരു ലേഡി ആയിരിക്കാം, ഷീ മൈറ്റ് ഹാവ് ഗിവൺ ബർത്ത് ടു എ ചൈൽഡ്, ആൻഡ് കറന്റ്ലി ചിലപ്പം കെയർ വേണ്ടത് കുട്ടിക്ക് മാത്രമായിരിക്കും, അല്ലെ? അവിടെ അമ്മയ്ക്ക് കെയർ വേണ്ടി വരുന്നില്ല. അപ്പോൾ റെഫറൻസ് ലൈനിൽ നമുക്ക് ആരെ മാത്രം വെച്ചാൽ മതി? കുട്ടീനെ മാത്രം വെച്ചാൽ മതി. ബിക്കോസ് വി ആർ റെഫറിങ് ജസ്റ്റ് ദ ബേബി. ബോത്ത് മദർ ആൻഡ് കേസ് നോട്ടിൽ അമ്മേനെ പറ്റിയും കുട്ടീനെ പറ്റിയും പറയുന്നുണ്ടാവാം. പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആ കേസ് നോട്ടിന്റെ അവസാനം ആർക്കാണ് കെയർ വേണ്ടത്? അമ്മയ്ക്ക് മാത്രം മതിയോ, കുട്ടിക്ക് മാത്രം മതിയോ, 2 പേർക്കും വേണോ എന്നുള്ള അനുസരിച്ചിരിക്കും ഇതിന്റെ ആൻസർ. ഇഫ് ബോത്ത് മദർ ആൻഡ് ചൈൽഡ് നീഡ്സ് കെയർ ഫ്രം ദ റിസീവർ, definitely both the names of the mother and child has to be mentioned along with the date of birth. Okay, I think that is clear. Yeah, I think, yeah. So you can ask more questions even in this platform, or you can chat to us in our official number 2. So നിങ്ങളുടെ നാളത്തെ എക്സാം ആണ്, തീർച്ചയായിട്ടും നമ്മൾ ചെക്ക് ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് എല്ലാ ആൻസേഴ്സിനും ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. യു ക്യാൻ ഓൾസോ ചെക്ക് us in ടെലഗ്രാം ഗ്രൂപ്പ് ആസ് വെൽ, യൂട്യൂബിലോ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. വിൽ ബി വെരി ഹാപ്പി ടു ആൻസർ യു. സോ ഐ തിങ്ക് ബിക്കോസ് ഓഫ് ദ time limit, we are about to wind up our session. So ഇന്നും കുറെ ചോദ്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും we expect that you should have a wonderful exam day there. അപ്പോൾ എൻ്റെ മുടിയോൾ സ്പെഷ്യലി സ്പീക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, so you have practiced so well, and what is most important right now is presence of mind. So what I request or recommend to you is, you do not have to panic at any moment. ഒരു പാനിക് അല്ലെങ്കിൽ നമ്മളൊന്ന് നിർത്തിക്കളയോ, when you stop or fumble somewhere, since we are giving clear idea that you are not confident and we have lost somewhere, അല്ലെ? നമ്മൾ ഭയങ്കരമായ ഒരു ക്ലിയർ ഐഡിയ കൊടുക്കുകയാണ്. മറിച്ച് ഒന്ന് തെറ്റിയാലും സാരില്ല, നമ്മൾ കോൺഫിഡൻറ്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ യുവർ ആറ്റിറ്റ്യൂഡ് വിൽ ബി ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. സോ യു ഹാവ് ടു ഗോ ഓൺ. അപ്പോൾ നിങ്ങൾ നല്ല സ്മാർട്ടായിട്ട് തന്നെ ഒച്ചത്തിൽ റെക്കോർഡിങ്ങിൽ കേൾക്കുന്ന രീതിയിൽ
പേഷ്യൻറ്റിനെ കംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ, സർവീസ് പ്രൊവൈഡർ എന്ന രീതിയിൽ നല്ല മാനേഴ്സോടുകൂടെ സ്പീക്കിംഗ് പ്രസൻറ്റ് ചെയ്യുക. ആൻഡ് ദിസ് ഇസ് ദ ബെസ്റ്റ് മൊഡ്യൂൾ ദാറ്റ് യു ക്യാൻ സ്കോർ എബവ്. ഞാനിപ്പോൾ 350 എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കാറേ ഇല്ല, ബിക്കോസ് ഫോർ സ്പീക്കിംഗ് our students are coming with 380, 400, 390, maybe and more. So അങ്ങനെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബി ഗ്രേഡിലോട്ടും അതിനപ്പുറത്തോട്ടും നിങ്ങൾക്ക് പോകാനായിട്ട് ഉറപ്പായിട്ടും പറ്റും. ആൻഡ് റീഡിങ് ആൻഡ് ലിസണിങ്, ഫോക്കസ്, ആൻഡ് ഫോർ റൈറ്റിംഗ് what you would like to say, sir? ഡെഫിനറ്റ്ലി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ പ്ലാൻ ചെയ്യാൻ നന്നായിട്ട്, ഒരിക്കലും പാനിക് ആവാതിരിക്കുക. നമ്മൾ ഇത്രയും നാളും ഇപ്പം എസ്പെഷ്യലി ഓൺലൈൻ സ്റ്റുഡൻസിനോടൊക്കെ ആണെങ്കിലും ഞാൻ കഴിഞ്ഞ ലൈവ് സെഷനിൽ പറഞ്ഞ കാര്യമാണ്, യു മൈറ്റ് ബി കംഫർട്ടബിളി പ്രാക്ടീസിങ് ഇൻ യുവർ ഹോം അല്ലെങ്കിൽ ഡ്യൂട്ടിയിൽ വെച്ചിട്ടായിരിക്കാം, പല പല ടൈം സർക്കംസ്റ്റൻസസിലായിരിക്കും നിങ്ങൾ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും നാളെ. പക്ഷെ ഒരിക്കലും അതിൽ പാനിക് ആവാതിരിക്കുക. നമ്മൾ ഇത്ര നാളും എങ്ങനെ പ്രിപ്പയർ ചെയ്തോ ആ രീതി തന്നെ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. നമ്മുടെ അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നുള്ളത് നോക്കാതെ ഫോക്കസ് ഓൺ യുവർ മൊഡ്യൂൾ, ഫോക്കസ് ഓൺ യുവർ ക്വസ്റ്റ്യൻ. ഈവൻ എക്സാമിന് ശേഷവും അഭിപ്രായങ്ങളൊന്നും നിങ്ങൾ പേടിക്കരുത്. റിസൾട്ട് വരുന്ന കഴിഞ്ഞിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അനലൈസ് ചെയ്താൽ മതി. ഡോണ്ട് വറി അബൌട്ട് എനിത്തിങ് എൽസ്. ആൻഡ് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് Danya has asked, ലിസണിംഗിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കുഴപ്പമുണ്ടോ? Okay, let me tell you, like as we always say from the beginning, like this is an English examination. So if you're making mistake in the English terms, yes, that would be a problem. Rather some strong, tough medical terms ഒക്കെ that wouldn't be a problem. But some English words, if you make mistake, that shows that your language, നമ്മുടെ ലാംഗ്വേജിലാണ് അത് എഫക്ട് ചെയ്തിരിക്കുന്നത്, അത് പ്രശ്നമായിട്ട് വരും. സെയിം ഈസ് ആപ്ലിക്കബിൾ ഫോർ റൈറ്റിംഗ് ഓൾസോ അല്ലേ? എപ്പോഴും യൂസ് ചെയ്യുന്ന വാക്കുകൾക്ക് mistakes, well, definitely they think that this candidate is not competent enough in English language, so definitely you might lose your marks. Yes, so if tough medical terms, that's fine. Okay. So we are getting a lot of thank you from many students. Thank you so much for your support as and well. If you're not yet done, if you have doubts still, keep messaging us and definitely we'll be happy to help you out. Yes, definitely. So you can use our Telegram group for that. അപ്പം എല്ലാവരും മെസ്സേജ് ചെയ്യുക, ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ആൻഡ് വിൽ സി യു വിത്ത് ദ സെയിം സെഷൻ നോട്ട് നെക്സ്റ്റ് വീക്ക്, ഐ ഗെസ്. ഓണമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അല്ലേ? സോ അഡ്വാൻസ് ഓണം വിഷസ് ടു ഓൾ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ടു ഓൾ സ്റ്റുഡൻസ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. All the very best. Thank so you. It's me, Harish, signing off. Priyanka, bye.